ഹേ ഗായ്സ്, എറണാകുളത്ത് ഏറ്റവും നല്ല ബീഫ് ബിരിയാണി കിട്ടുന്ന എവിടെയാണെന്ന് നിങ്ങൾക്കറിയോ? അത് കൊച്ചിയിലാണ് കേട്ടോ, നൂറിയ. നമ്മളിന്ന് നൂറിയയിലെ ബീഫ് ബിരിയാണി ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പോണേട്ടാ. ഇന്ന് വീഡിയോ ഒന്നും എടുത്തില്ലല്ലോ എന്ന് ഓർത്തിരിക്കുമ്പോഴാണ് ചുട്ടം വിളിക്കുന്നത്. അവാടാ നമുക്ക് നൂറിയയിൽ പോയി ബീഫ് ബിരിയാണി കഴിക്കാമെന്ന്. പിന്നെ ഒന്നും നോക്കില്ല, നേരെ ജൂ ടൗൺ വഴി നൂറിയയിലോട്ട് വിട്ടുകൊണ്ടിരിക്കണേ. നൂറിയുടെ ഫ്രണ്ട് എത്തിയപ്പോൾ തന്നെ നല്ല തിരക്കായിരുന്നു. ആൾക്കാരൊക്കെ വെയിറ്റിംഗ് ആയിരുന്നു ഇരിക്കാൻ വേണ്ടി. അങ്ങനെ ആളൊഴിഞ്ഞപ്പോൾ ഞാനും ചുട്ടനും രാത്തോട്ട് കയറിയിട്ട് 2 സീറ്റ് പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ഇതുവരെ ഇവിടുത്തെ ചിക്കൻ ബിരിയാണി ട്രൈ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു ചിക്കൻ ബിരിയാണി ഒരു ബീഫ് ബിരിയാണിയാണ് കേട്ടോ പറഞ്ഞത്. സീറ്റ് കണ്ടതോടെ കൈയൊക്കെ കഴുകി നേരെ സീറ്റിൽ കയറിയിരുന്നുണ്ടാ. നമ്മുടെ ചുറ്റിന് ആൾക്കാരൊക്കെ ഇരുന്ന് കഴിക്കണമെന്ന് തന്നെ അടിപൊളിയായിരുന്നുണ്ടാ. അങ്ങനെ അതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴേക്കും നമ്മുടെ ബിരിയാണി എത്തിയിട്ടാ. ഇതാണ് കേട്ടോ നൂറിയയിലെ ചിക്കൻ ബിരിയാണി. ചുട്ടൻ ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തു. അധികം വൈകാണ്ട് തന്നെ നമ്മുടെ ബീഫ് ബിരിയാണി കൂടി എത്തിയിരുന്നു കേട്ടോ. ബിരിയാണി ഒന്നും തൊണ്ടയിൽ കൊടുക്കണ്ടല്ല എന്ന് പറഞ്ഞിട്ട് 2 കൊക്കക്കോള ഓർഡർ ചെയ്തിട്ടാ. ഇവിടെ തന്നെ 20 രൂപയുടെ കുപ്പി അവൈലബിൾ ഉണ്ട്. അങ്ങനെ ബിരിയാണിയും കൊക്കക്കോളയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാവരും നമ്മൾ നോക്കണുണ്ട്. ഇവന്മാരെന്താണ് ഈ കാണിക്കുന്നത്, വീഡിയോ എടുക്കണുണ്ട്, ഇവന്മാരെന്താ ചെയ്യണേന്നുള്ളൊരു രീതിയിൽ ആൾക്കാരെല്ലാവരും നോക്കുന്നുണ്ടായി. അത് നമുക്കൊരു പ്രശ്നമല്ല. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ പുറത്തോട്ട് ഇറങ്ങി. അപ്പോഴേക്കും നമ്മുടെ ചുട്ടൻ പേയ്മെൻ്റൊക്കെ ചെയ്തിട്ട് നമുക്ക് അവനോട് അഭിപ്രായം ഒന്ന് ചോദിച്ചു നോക്കാം, ബിരിയാണി എങ്ങനെ ഉണ്ടായെന്ന്. സുട്ടാ, എങ്ങനെ ഉണ്ടായി ബിരിയാണി? നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചിക്കന്. പക്ഷേ നല്ലത് ഇവിടെ ബീഫാണ്. അതെ, ബീഫും നല്ല സോഫ്റ്റ് ജ്യൂസി ഭയങ്കര. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ഓഫീസിലോട്ട് പോണ വഴിയാണ് അവനൊരാഗ്രഹം, കുരിയച്ചൻ്റെ നടയിൽ കയറി അവനൊന്ന് പ്രാർത്ഥിക്കണം. സാധാരണ എന്തെങ്കിലും ഒപ്പിച്ചഴിയുമ്പോഴാണ് അവൻ്റെ ദൈവവിശ്വാസമൊക്കെ കൂടാറ്. ഇപ്രാവശ്യം എന്തോ ഡൈവ് ഒപ്പിച്ചിട്ട് അവൻ പ്രാർത്ഥിക്കാൻ വേണ്ടി കയറിയിട്ടാ. അവൻ പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങണവരെ ഞാൻ പിന്നെ അവിടെ ഇവിടെയൊക്കെ നോക്കി നിൽക്കണമായിരുന്നു. ഒരു അമ്മമ്മ പൂവ് കെട്ടണുണ്ടായി. പിന്നെ ഓരോ ആൾക്കാർ ഓരോരോ ജോലിയിൽ തിരക്കിലായിരുന്നു. ഡൈപ്പൊന്നുമില്ല, പിന്നെ കാര്യങ്ങളൊക്കെ സ്മൂത്ത് ആയിട്ട് പോകണ്ടേ, അതിനു വേണ്ടിയാണ്. അങ്ങനെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് അവൻ എന്നെ ഓഫീസിൽ ഡ്രോപ്പ് ചെയ്ത് ടാറ്റയും പറഞ്ഞ് പോയി ഗൈസ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.